ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ഇപ്പോൾ ലൈവില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോരുത്തർ ഏത് ട്രാക്കിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഓടി നടന്ന് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ കച്ച കെട്ടി വന്നിരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ കോമണർ അനീഷാണ്. നല്ലതാണ്, വെറുതെ അവിടെ പോയി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അനീഷ് ഇപ്പോൾ ഓരോരോ ടോപ്പിക്കുകൾ എടുത്തിട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ചൊറിഞ്ഞ് 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 നടക്കുന്നുണ്ട്. ബെഡ് ഇഷ്യൂസ് ഒക്കെ പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം അനീഷ് അവിടെ ആദ്യം എത്തിയ ആളാണ്. ബിഗ് ബോസ് വീട്ടിൽ ആദ്യം എത്തിയത് അനീഷാണ്. അനീഷിന് വേണമെങ്കിൽ ഒറ്റയ്ക്കുള്ള ഒരു ഒരു ബെഡ് ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അനീഷ് അത് ചൂസ് ചെയ്തില്ല. എന്നിട്ട് അവസാനം കറങ്ങി കറങ്ങി നിന്നിട്ട് അനീഷ് കിടക്കുന്ന ബെഡിൽ 3 പേരായി. അപ്പോൾ 3 പേര് അത്യാവശ്യം സൈസുള്ള 3 ആണുങ്ങൾ ഒരു കട്ടിലിൽ കിടക്കുമ്പോൾ സ്പേസ് വളരെ കുറയും. അപ്പോൾ അനീഷ് എന്ത് ചെയ്തു? കിടന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാളെ എണീപ്പിച്ച് രേണു സുധീരെ അടുത്ത് കിടത്തണം. ആദ്യം രേണുവിനെ എണീപ്പിച്ച് മാറ്റാൻ ശ്രമിച്ചു. പിന്നീട് രേണു അവിടെ കറങ്ങി കറങ്ങിയിരുന്നു. അതിനുശേഷം നൈസിനെ ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ സരികയെ അവിടെ നിന്ന് എണീപ്പിച്ച് ആ ഒരു കട്ടിലിൽ നിന്ന് മാറ്റി രേണുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അനീഷ് അവിടെ പോയി കിടക്കാനുള്ള ഒരു മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ സംഭവം. അബദ്ധത്തിൽ അങ്ങ് സംഭവിച്ചു പോകുന്നതൊന്നുമല്ല. കാരണം ബിഗ് ബോസ് വീട്ടിൽ ആദ്യം എത്തിയ ആൾ അനീഷാണ്. അനീഷിന് ഇഷ്ടമുള്ള കട്ടിൽ തിരഞ്ഞെടുക്കാമായിരുന്നു. അപ്പോൾ അനീഷ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എത്തിയ ഒരാളാണ്. വളരെ നല്ല കാര്യം, കളിക്കട്ടെ. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.